കോൺഗ്രസും UDF-ഉം തസ്കര സംഘം എന്നതുപോലെ മൃതദേഹത്തിന്റെ മടിയിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പണം ഈടാക്കാൻ കഴിയുമോ എന്ന് അവർ പരിശോധിച്ചു. ലക്ഷങ്ങൾ കോടികൾ തട്ടി എങ്ങനെ കേരളം അതിജീവിച്ചു? ടാഗോറിന്റെ പ്രസിദ്ധിയാർജിച്ച കവിതയുണ്ട്. നിർഭയമായ മനസ്സോടെ ഉന്നതമായ ശിരസോടെ DYFI ഏതു തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളുടെ ഘട്ടത്തിലും ഉയർന്ന ശിരസിന്റെ അഭിമാനത്തോടു കൂടെ കേരളത്തോട് രാജ്യത്തോട് വിളിച്ചു പറയും, ഈ ദുരന്തത്തിന്റെ ഘട്ടത്തിൽ ഈ രാഷ്ട്രീയമൊക്കെ മലയാളിയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മത്സരിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രസീത് അച്ചടിച്ചില്ല, നമ്മൾ തുക പണമായി സ്വീകരിച്ചില്ല. ആ DYFIയുടെ നേതൃത്വം നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താണ്? അധ്വാനം വിൽക്കാൻ പറഞ്ഞു. ആക്രി വിറക്കി, പത്രം ശേഖരിച്ചു, മണ്ണ് ചുവന്നു, കല്ല് ചുവന്നു, മീൻ വിറ്റു. അത് പറവൂരിലും എറണാകുളത്തും എല്ലാ ഗ്രാമനഗരാന്തരങ്ങളിലും ചെയ്തു. 972 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 6 കോർപ്പറേഷൻ. ഇതാണ് കേരളത്തിന്റെ പ്രാദേശിക ഭൂപടം. എല്ലായിടത്തും സാധ്യമായ നിലയിൽ നമ്മൾ അധ്വാനം വിറ്റു. അധ്വാനം വിറ്റ DYFIയുടെ കയ്യിലേക്ക് അന്തസ്സും അഭിമാനവുമുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ മലയാളികൾ തിരികെ വെച്ചുകൊടുത്ത തുക എത്രയാണ്? കോൺഗ്രസ്സുകാരുടെ കയ്യിൽ കൊടുത്താൽ 2018-19 പറവൂർ മാതൃക വയനാട് ആവർത്തിക്കും എന്നുറപ്പുള്ളത് കൊണ്ടായിരിക്കാം മലയാളി അധ്വാനം വിറ്റ DYFIയുടെ കയ്യിലേക്ക് 25 വീട് പണിയാൻ കയ്യിലേക്ക് അധ്വാനം സ്വീകരിച്ചിട്ട് വെച്ചുകൊടുത്ത തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് 20,44,683 രൂപയാണ്. ഇന്ന് ഈ പറവൂർ തട്ടിപ്പ് കേരളത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടെ തുറന്നു കാട്ടാൻ, പറവൂർ മുതൽ വയനാട് വരെ കല്ലിട്ട് പണം പിരിച്ച് കേരളത്തെ വഞ്ചിച്ച തട്ടിപ്പ് തുറന്നു കാട്ടാൻ നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് 20 ലക്ഷം രൂപയുടെ 100 വീട് പണിത്, ആ 20 കോടി രൂപയുടെ 100 വീട് പണിത് താക്കോൽ കൈമാറിയ രാഷ്ട്രീയ അഭിമാന ബോധ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിന്റെ മുമ്പിൽ DYFI സമരം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പറവൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ തീരുമാനിക്കട്ടെ. മൃതദേഹത്തെ ചൂണ്ടിക്കാണിച്ച് ശവത്തിന്റെ പോക്കറ്റിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്ന നുണ പറയുന്ന രാഷ്ട്രീയ തസ്കര സംഘം വേണോ? നുണകളുടെ കുമാരന്മാരാൽ നയിക്കപ്പെടുന്ന സംഘം വേണോ? അതോ ഏത് പ്രകൃതി ദുരന്തങ്ങളുടെയും മുമ്പിൽ അധ്വാനം വിറ്റ് മനുഷ്യർക്ക് കാവൽ നിൽക്കാൻ തയ്യാറുള്ള കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അനുഭവം വേണോ കേരളത്തെ നയിക്കാൻ? നമുക്കുറപ്പുണ്ട്. ഹൃദയം പകുത്തു നൽകുമാറ് സ്നേഹവായ്പോടുകൂടെ പറവൂർ മുതൽ വയനാട് വരെ കല്ലിട്ട് പണം തട്ടിച്ചു വിരിച്ച് മലയാളികളെ പറ്റിച്ച ഈ തസ്കര സംഘം കേരള രാഷ്ട്രീയത്തിന്റെ പിന്നണിയിലേക്ക് വലിച്ചെറിയപ്പെടും. അവർക്ക് കാവലും കരുതലുമായി നിന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അനിവാര്യമായ ജൈത്രയാത്രയ്ക്ക് കേരളം തയ്യാറെടുക്കുകയാണ്. ആ വിശാലവും വിപുലവുമായ ശ്രമങ്ങളിലേക്ക് നുണകളുടെ കുമാരന്മാരെയും തസ്കരന്മാരെയും തുറന്നു കാട്ടേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാവിലെ ഈ പ്രഭാത നടത്തം സംഘടിപ്പിച്ചത്. ഈ സമര നടത്തത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ആകാശ നിറ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.